2018 വർഷം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വലിയ ഞെട്ടലാഴ്ത്തിയ ഒരു സംഭവമാണ് സൗമ്യ ഫാമിലി കില്ലർ കേസ്. സൗമ്യ അവളുടെ 9 വയസ്സുള്ള മകളെയും അച്ഛൻ, അമ്മ എല്ലാവരെയും വിഷം കൊടുത്തു കൊന്നു. എന്തിനു കൊന്നു? അവരുടെ ജീവിതത്തിൽ അങ്ങനെ എന്താണ് സംഭവിച്ചത്? അവൾ എന്തെല്ലാം ചെയ്തു? സൗമ്യയ്ക്ക് 30 വയസ്സാണ്. 2 മക്കളുണ്ട്. ചില പ്രശ്നങ്ങൾ കാരണം ഭർത്താവുമായി പിരിഞ്ഞാണ് താമസിക്കുന്നത്. 2012 സൗമ്യയുടെ 1.5 വയസ്സുള്ള മകൾ ഛർദിയെ തുടർന്ന് മരിച്ചു. അതേ വർഷം തന്നെ കിഷോർ എന്ന വ്യക്തിയുമായി വിവാഹം കഴിക്കാതെ തന്നെ സൗമ്യ ജീവിക്കാൻ തുടങ്ങി. അയാളുമായി 1 വർഷം ജീവിച്ചു. എന്നാൽ ഈ 1 വർഷം കിഷോറിനോട് സൗമ്യയ്ക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതാണില്ലാത്തത്. അയാളെ പ്രണയിക്കുകയും അയാളുടെ കൂടെ ജീവിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം മറ്റു പല പുരുഷന്മാരുമായി അവൾക്ക് ബന്ധമുണ്ടായിരുന്നു. തുറന്നു പറയണമെങ്കിൽ സൗമ്യയ്ക്ക് ഒരേയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അവളെ കൊണ്ട് ഒരു പുരുഷന്റെ കൂടെ മാത്രം ജീവിക്കാൻ സാധിക്കില്ല. അവൾക്ക് ഒരുപാട് പുരുഷന്മാരെ ആവശ്യമായി വന്നു. അവൾക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് പുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളതായിരുന്നു അവളുടെ പ്രധാനപ്പെട്ട ആഗ്രഹം. എപ്പോഴും അതായിരുന്നു ചിന്ത. അതുകൊണ്ടായിരുന്നു സ്വന്തം ഭർത്താവിന്റെ കൂടെ അവളെ കൊണ്ട് ജീവിക്കാൻ സാധിച്ചില്ല. പിന്നീട് കിഷോർ എന്നയാളെ പ്രണയിക്കുകയും വിവാഹം കഴിക്കാതെ തന്നെ അയാളോടൊപ്പം ജീവിക്കുകയും ചെയ്തു. എന്നാൽ അതും നിലച്ചു നിന്നില്ല. അയാളോട് ആത്മാർത്ഥത കാണിക്കാൻ അവൾക്കായില്ല. അങ്ങനെ 2012 ആരംഭിച്ച ഈ ഒരു ബന്ധം 2013 അവസാനിച്ചു. അവളുടെ ജീവിതത്തിൽ നിന്നും കിഷോർ തന്നെ ഒഴിഞ്ഞു മാറി. കിഷോർ പോയതിനു ശേഷം സൗമ്യയ്ക്ക് സന്തോഷമായി. അവൾക്ക് വീണ്ടും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാം എന്ന ചിന്തയുണ്ടായി. പല പുരുഷന്മാരുമായി ബന്ധമുണ്ടാക്കാൻ തുടങ്ങി. 16 വയസ്സുള്ള ചെറിയ കുട്ടികൾ മുതൽ 60 വയസ്സുള്ള മധ്യവയസ്കർ വരെ എല്ലാവരുമായും അവൾ ശാരീരിക ബന്ധം പുലർത്തി. ഇതൊക്കെ എന്തിനു വേണ്ടി? പണത്തിനു വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതെല്ലാം അവളുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം. പോലീസ് അന്വേഷണത്തിൽ അവൾ പിന്നീട് പറഞ്ഞത്, ഒരുപാട് പേരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ്. അതെനിക്ക് ഒരു ലഹരിയായിരുന്നു. എന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതെല്ലാം തുടങ്ങി വെച്ചത്. എന്നാൽ പിന്നീട് ഞാൻ ആ ലഹരിക്ക് അടിമയാകാൻ തുടങ്ങി. അത് കാരണം ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യാൻ തുടങ്ങിയെന്ന് അവൾ പോലീസിനോട് യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു. 2018 വർഷം ഒരു ദിവസം അവളുടെ 9 വയസ്സുള്ള ഐശ്വര്യ എന്ന മകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് രാത്രി ഉണർന്നു നോക്കിയപ്പോൾ തനിക്ക് അടുത്ത് കിടന്നിരുന്ന അമ്മയെ കാണാനില്ല. ഭയന്നു പോയ ആ കുഞ്ഞ് എഴുന്നേറ്റ് വീട് മുഴുവനും തിരയാൻ തുടങ്ങി. ആ സമയം അവൾ കണ്ട കാഴ്ച, മറ്റൊരു മുറിയിൽ അവളുടെ അമ്മ യാതൊരു വസ്ത്രവും ധരിക്കാതെ കിടക്കുകയാണ്. ഒറ്റയ്ക്കല്ല, മറ്റ് 2 പുരുഷന്മാർ കൂടെ ഉണ്ട്. അവളുടെ ശരീരത്തിലും ഒരു തുണ്ട് തുണി പോലുമില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. 9 വയസ്സുള്ള ഒരു കുഞ്ഞ് തന്റെ അമ്മയെ ഇങ്ങനെ ഒരവസ്ഥയിൽ കാണുകയാണ്. ആരെന്ന് പോലും അറിയാത്ത 2 പുരുഷന്മാർ കൂടെയുണ്ട്. ആ കുഞ്ഞിന്റെ അപ്പോഴുള്ള ആ മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കാൻ കഴിയുന്നില്ല. ഐശ്വര്യ ഇത് കണ്ട ഉടനെ പ്രതികരിക്കാൻ തുടങ്ങി. തന്റെ മകൾ തന്നെ ഈ അവസ്ഥയിൽ കണ്ടു എന്നുള്ളത് മനസ്സിലാക്കിയ സൗമ്യ ഓടി വന്ന് അവളെ അടിക്കുകയും, എന്തിനിങ്ങോട്ടേക്ക് വന്നു? നീ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. നീ കണ്ടതൊന്നും ആരോടും പറയാൻ പാടില്ല എന്ന് വഴക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അന്ന് രാത്രി അവളെ കിടത്തി ഉറക്കി. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവൾ എഴുന്നേറ്റ ഉടനെ അവളുടെ അമ്മാമ്മയോട് അവൾ എല്ലാ കാര്യവും പറഞ്ഞു. അതായത് സൗമ്യയുടെ അമ്മയായ 65 വയസ്സുള്ള കമലയോട് ചെന്ന് താൻ രാത്രി എന്ത് കണ്ടു എന്നുള്ള എല്ലാ കാര്യവും പറഞ്ഞു. സൗമ്യയുടെ അമ്മയ്ക്ക് ഇതിനകം തന്നെ മകളുടെ വഴിവിട്ട ബന്ധങ്ങളെ കുറിച്ച് അറിയാം. എന്നാൽ ഇതറിഞ്ഞതിനു ശേഷം ഉടൻ തന്നെ മകളെ വിളിച്ച് വഴക്ക് പറയാനും അടിക്കാനും തുടങ്ങി. ഇതുവരെയും നിന്റെ ഇഷ്ടത്തിന് നീ ജീവിച്ചു. ഇപ്പോ നിനക്കൊരു കുഞ്ഞുണ്ട്. അവൾ വളർന്നു വരികയാണ്. അതും ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് വേണ്ടി നീ ഇനി ജീവിക്കണം. ഇവൾ നിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടു. അവൾ നിന്നെ ഇനി എങ്ങനെ നോക്കും? ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുകയും ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ സൗമ്യയ്ക്ക് ഇത് ദേഷ്യത്തിനും വെറുപ്പിനും കാരണമായി. കാരണം ഇതിനകം അവളുടെ ഈ ലഹരി തലയ്ക്ക് പിടിച്ചിരുന്നു. അത് അവളെ തന്നെ അടിമയാക്കാൻ തുടങ്ങിയിരുന്നു. ആ സമയം അവൾ ചിന്തിച്ചത്, എന്നെ അടിച്ച് ഭീഷണിപ്പെടുത്താനോ, എന്നെ വഴക്ക് പറയാനോ,
എന്നെ നിയന്ത്രണത്തിൽ വയ്ക്കാനോ ആർക്കും സാധിക്കില്ല. അങ്ങനെ ആരൊക്കെ ചെയ്യുന്നുവോ അവരെല്ലാവരെയും ഞാൻ കൊല്ലും. സ്വന്തം കുഞ്ഞിനെയും അമ്മയെയും കൊല്ലണം എന്നുള്ള നീച ചിന്ത അവളുടെ മനസ്സിൽ വരാൻ തുടങ്ങി. എങ്ങനെ കൊല്ലാം എന്നുള്ള പദ്ധതി തയ്യാറാക്കാൻ തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് 80 വയസ്സുള്ള അച്ഛനായ കുഞ്ഞുകണ്ണനും ഇക്കാര്യം അറിയുന്നത്. അദ്ദേഹത്തിനും ഇതൊരു പുതിയ കാര്യമല്ല. 2012 കിഷോറുമായി ജീവിച്ചിരുന്ന സമയം മുതലേ തന്റെ മകളെ അയാൾക്കറിയാം. മകൾക്ക് യാതൊരു അച്ചടക്കവും ഇല്ലായിരുന്നു. അവളുടെ പല അവിഹിത ബന്ധങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. പലപ്പോഴും സ്വന്തം മകളുടെ മുഖത്ത് നോക്കി ഇതിനെക്കുറിച്ച് എങ്ങനെ പറയണം, അതൊക്കെ അദ്ദേഹത്തിന് വലിയ മടിയായിരുന്നു. എന്നാൽ സ്വന്തം പേരക്കുട്ടിയായ ഐശ്വര്യയ്ക്കും ഇത് മനസ്സിലായി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ വേദനയായി. അതിനാൽ അന്ന് അദ്ദേഹം സൗമ്യയെ വിളിച്ച് ഉപദേശിക്കാൻ തുടങ്ങി. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കാൻ പാടില്ല എന്ന് തറപ്പിച്ച് തന്നെ പറഞ്ഞു. ഇതിനകം തന്നെ തന്റെ അമ്മയെയും മകളെയും ഇവരെ രണ്ടുപേരെയും കൊല്ലാൻ അവൾ ഉറപ്പിച്ചിരുന്നു. ഇപ്പോ ആ ലിസ്റ്റിലേക്ക് അച്ഛനെയും അവൾ ചേർത്തു. ഇവരെ 3 പേരെയും എങ്ങനെ കൊല്ലാം, എങ്ങനെ രക്ഷപ്പെടാം, എല്ലാം നന്നായി അവസാനിച്ചാൽ തന്റെ ജീവിതത്തിൽ ഇനി ആരെയും ഭയപ്പെടണ്ട, യാതൊരു തടസ്സവുമില്ല, തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കാം. അവസാനം അവൾ തിരഞ്ഞെടുത്ത വഴിയാണ് വിഷം. എലിവിഷം വാങ്ങി അവൾ ആദ്യം കൊടുത്തത് അവളുടെ 9 വയസ്സുള്ള മകൾ ഐശ്വര്യയ്ക്കായിരുന്നു. അവൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ മീനിൽ എലിവിഷം തടവുകയും അത് മകൾക്ക് നൽകുകയും ചെയ്തു. ഭക്ഷണം കഴിച്ച അല്പസമയത്തിൽ തന്നെ ഐശ്വര്യയ്ക്ക് ഫുഡ് പോയ്സൺ ആവുകയും ഛർദ്ദിക്കുകയും ശ്വാസം വിടാൻ കഴിയാതെ അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ അവൾ മരിച്ചു. ഇത് തന്നെയായിരുന്നു സൗമ്യയ്ക്കും ആവശ്യം. അതുകൊണ്ടാണ് അവൾ അല്പസമയമെടുത്ത് കാര്യങ്ങൾ എല്ലാവരെയും അറിയിച്ചതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. ഐശ്വര്യ മരിച്ചപ്പോൾ ആർക്കും യാതൊരു സംശയവും വന്നില്ല. എല്ലാവരും ഇതൊരു സ്വാഭാവിക മരണം എന്ന് ചിന്തിച്ചു. കാരണം അവൾക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് അവൾ മരിച്ചു എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ആശുപത്രിയിലായാലും പോസ്റ്റ്മോർട്ടം പോലുള്ള മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവസാന ചടങ്ങുകളും അവസാനിച്ചു. ഈ സംഭവം നടന്നത് 2018 ജനുവരി മാസം 21-നാണ്. എന്നാൽ അടുത്ത 1.5 മാസത്തിൽ തന്നെ മാർച്ച് മാസം 7-ാം തീയതി സൗമ്യയുടെ അമ്മയും ഇതേ ലക്ഷണങ്ങളോടുകൂടി മരിക്കുന്നു. എന്നാൽ ഇത്തവണ എല്ലാവർക്കും ചെറിയൊരു സംശയം വരാൻ തുടങ്ങി. പ്രധാനമായും പോലീസിന്. ഒരേ വീട്ടിൽ 2 മരണം, അതും ഒരേ രീതിയിൽ. അതിനാൽ അമ്മയുടെ മരണം സ്വാഭാവികമല്ലാത്ത ഒരു മരണമാണ് എന്ന് കേസെടുത്തു. അവരുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തു. നമുക്ക് നന്നായി അറിയാം, പോലീസ് ഒരു കേസ് ഫയൽ ചെയ്ത് അത് അന്വേഷിച്ച് തെളിവുകളെല്ലാം നിരത്തിവെച്ച് അതിൻ്റെ ഒരു അന്തിമ വിധി വരാനൊക്കെ മാസങ്ങളും വർഷങ്ങളും എടുക്കും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അങ്ങനെ പോലീസ് ഈ കേസിന്റെ ഭാഗമായി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത 1 മാസത്തിൽ തന്നെ സൗമ്യയുടെ അച്ഛനും ഇതേ ലക്ഷണങ്ങൾ കാരണം മരിക്കുന്നു. വീണ്ടും അസ്വാഭാവിക മരണത്തിൽ പോലീസ് കേസ് ഫയൽ ചെയ്തു. അച്ഛനായി കുഞ്ഞുകണ്ണന്റെ ശരീരവും പോസ്റ്റ്മോർട്ടം ചെയ്തു. 4 മാസത്തിനിടയിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു, അതും ഒരേ രീതിയിൽ. ഇതിൽ എന്തോ അസ്വാഭാവികത ഉണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. എന്നാൽ ഇപ്പോഴാണ് സൗമ്യയ്ക്ക് തോന്നിയത് ചുറ്റുമുള്ളവർക്ക് എന്തോ സംശയമുണ്ട്. പോലീസിനും നല്ല സംശയമുണ്ട്. അതിനാൽ അവൾ പുതിയ കഥയുണ്ടാക്കാൻ തുടങ്ങി. ഇതെല്ലാം സംഭവിച്ചത് ഞങ്ങളുടെ വീട്ടിലെ കിണർ കാരണമാണ്. ആ കിണറിനുള്ളിലെ വെള്ളമാണ് ഞങ്ങൾ കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്നത്. ആ വെള്ളത്തിൽ എന്തോ വിഷമുണ്ട്, അതൊരിക്കലും ശുദ്ധമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഇതേ ലക്ഷണങ്ങൾ എനിക്കുമുണ്ട്. കാരണം നാട്ടിലെ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിയത് വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡ് പോയ്സൺ ആകുന്നു, മരിക്കുന്നു. എന്നാൽ സൗമ്യയ്ക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ, അവളും അതേ ഭക്ഷണം തന്നെയല്ലേ കഴിച്ചത് എന്ന്. അതിനാൽ സൗമ്യ തനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇപ്പോ ജനങ്ങൾക്ക് വന്ന ആ ചെറിയൊരു സംശയം മാറി. ഇത് തന്നെയായിരിക്കും പ്രശ്നം. കാരണം സൗമ്യയ്ക്കും സുഖമില്ലാതായി. അതിനാൽ പെട്ടെന്ന് പരിസരവാസികളെല്ലാം ചേർന്ന് പോലീസിന് വലിയ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. അങ്ങനെ ഒരു കിണറാണുള്ളതെങ്കിൽ അത് വളരെ ആപത്താണ്. അവർക്ക് മാത്രമല്ല, തൊട്ടടുത്ത വീടുകളിലും കിണറുണ്ട്. അതേ വെള്ളം തന്നെയല്ലേ ഇങ്ങോട്ടേക്കും വരുന്നത്. ഞങ്ങൾക്കും അതൊരു ഘട്ടത്തിൽ ആപത്തായി മാറും. അതിനാൽ കിണർ പരിശോധിക്കണം. അതിനുള്ളിലെ വെള്ളം ശുദ്ധമാണോ എന്ന് നോക്കണം. ആ കിണർ അടച്ചു മൂടണം. കേസ് പെട്ടെന്ന് തന്നെ കണ്ടെത്തണം, പരിഹരിക്കണം. ഇങ്ങനെ ഒരു വലിയ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. കൂടാതെ കേരളത്തിലെ ചീഫ് മിനിസ്റ്ററായ പിണറായി വിജയനിൽ നിന്നും പോലീസിന് ഒരുപാട് സമ്മർദ്ദം വന്നുകൊണ്ടിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ നടന്ന ദുരൂഹ മരണങ്ങൾ വാർത്തകളിൽ ഇടം നേടിയതോടെ കേസ് വളരെ വേഗത്തിൽ കണ്ടെത്താൻ പോലീസിന് കടുത്ത സമ്മർദ്ദമുണ്ടായി. കേസിന് മുൻഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ പറഞ്ഞു. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സൗമ്യയ്ക്ക് ദഹനക്കേട് മാത്രമാണെന്നും മറ്റ് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നാണ്
ചികിത്സിച്ച ഡോക്ടർ പോലീസിനോട് പറഞ്ഞത്. ഇപ്പൊ പോലീസിന്റെ മുഴുവൻ സംശയവും സൗമ്യയിലേക്ക് വന്നു. ഒന്നാമത്തെ സംശയം, അവൾ പറഞ്ഞ ആ കിണർ, അതിലെ വെള്ളം പരിശോധിച്ചു. അതിലെ വെള്ളത്തിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ സൗമ്യ പറഞ്ഞത് കള്ളമാണ്. അടുത്ത കാര്യം, അച്ഛന്റെയും അമ്മയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഈ രണ്ട് ശരീരത്തിലും അലുമിനിയം സൾഫൈഡ് എന്ന കെമിക്കൽ കലർന്നിട്ടുണ്ട്. ഇത് സാധാരണയായി എലി വിഷത്തിലാണ് കാണപ്പെടുക. ഇതറിഞ്ഞതിന് ശേഷം നേരെ പോലീസ് സൗമ്യയുടെ വീട് പരിശോധിക്കാൻ തുടങ്ങി. അവർക്ക് അവിടെ നിന്ന് 5 മൊബൈൽ ഫോൺ കിട്ടി, 8 സിം കാർഡ് ലഭിച്ചു, കൂടാതെ ഒരു പെൻഡ്രൈവ്. ആ പെൻഡ്രൈവ് പരിശോധിച്ചപ്പോഴാണ് സൗമ്യയുടെ യഥാർത്ഥ മുഖം പോലീസ് തിരിച്ചറിയുന്നത്. ആ പെൻഡ്രൈവിൽ സൗമ്യ എത്ര പേരുമായി കോണ്ടാക്ട് വെച്ചിട്ടുണ്ട്, എന്തെല്ലാം അവർ സംസാരിച്ചിട്ടുണ്ട്, ഫോട്ടോസ്, പ്രൂഫ്സ് എല്ലാം അവൾ സേവ് ചെയ്ത് വെച്ചിരുന്നു. സൗമ്യ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ ഉടനെ അവളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടും മരണവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന നിലപാടിൽ അവൾ ഉറച്ചു നിന്നു. എന്റെ അച്ഛൻ, അമ്മ, മകൾ എല്ലാവരും ഫുഡ് പോയ്സൺ കാരണമാണ് മരിച്ചത്. കൂടാതെ 2012 എന്റെ ചെറിയ കുഞ്ഞ് 1.5 വയസ്സുള്ള എന്റെ മകൾ മരിച്ചു. അതും ഒരു സ്വാഭാവിക മരണമാണ്. അതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല എന്ന് അവൾ പോലീസിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് അവർക്ക് ലഭിച്ച തെളിവുകളെല്ലാം അവൾക്ക് മുൻപിൽ നിരത്തിവെച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എല്ലാ ശരീരങ്ങളിലും എലിവിഷത്തിന്റെ ഘടകമായ അലുമിനിയം ഫോസ്ഫൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്നുള്ള കാര്യവും പോലീസ് അവളോട് പറഞ്ഞു. തുടർന്ന് 11 മണിക്കൂർ നീണ്ട പോലീസിന്റെ ചോദ്യം ചെയ്യലിനൊടുവിൽ, അന്വേഷണത്തിനൊടുവിൽ ഏപ്രിൽ മാസം 25-ാം തീയതി അവൾ കുറ്റം സമ്മതിച്ചു. എനിക്ക് ഒരുപാട് പേരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അതിന് തടസ്സം നിന്നവർ എന്റെ അച്ഛൻ, അമ്മ, എന്റെ മകൾ. അതുകൊണ്ട് ഞാൻ അവരെ കൊന്നു. ഇതൊന്നും ആരും കണ്ടുപിടിക്കില്ല എന്നും താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തനിക്ക് ജീവിതം നയിക്കാമെന്നും തനിക്ക് മുഴുവൻ സ്വാതന്ത്ര്യം ലഭിക്കുമെന്നാണ് കരുതിയത്. ഇതെല്ലാം ആരംഭിച്ചത് ഞാൻ 2 പേരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നത് എന്റെ മകളായ ഐശ്വര്യ ഒരു ദിവസം കണ്ടു. അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവളുടെ മൊഴിയെടുത്ത പോലീസ് അവൾ ചെയ്ത ഓരോ കൊലപാതകത്തിനും പോലീസ് ഓരോ കൊലപാതക കേസ് ഫയൽ ചെയ്യുകയും അവസാനം കണ്ണൂർ ജയിലിൽ അവളെ അടച്ചു. ആ ജയിലിനുള്ളിൽ അവൾ ജോലി ചെയ്ത് ജീവിച്ചു. 2018-ാം വർഷം ഓഗസ്റ്റ് മാസം സൗമ്യയ്ക്ക് ഡയറി ഫാമിന്റെ ചുമതലയായിരുന്നു നൽകിയത്. ജയിൽ വളപ്പിലെ ഫാമിൽ കന്നുകാലികൾക്ക് തീറ്റ ശേഖരിക്കാൻ പോയതായിരുന്നു അവൾ. പിന്നീട് ധരിച്ചിരുന്ന സാരി ഉപയോഗിച്ച് കശുമാവിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു സൗമ്യയെ കണ്ടെത്തിയത്. ഇതിനു മുൻപും അവൾ ഒരുപാട് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയുള്ള ആളുകൾ അവളെ രക്ഷപ്പെടുത്തി. പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ അവളെ രക്ഷിക്കാൻ അവിടെ ആരുമില്ലായിരുന്നു. അവൾ പദ്ധതിയിട്ടതുപോലെ ആത്മഹത്യ ചെയ്തു. ഇതായിരുന്നു സൗമ്യ. കൂടാതെ അവളുടെ മുഴുവൻ കുടുംബത്തിനും സംഭവിച്ച ദാരുണമായ അവസ്ഥ. ഈ ഒരു കേസിലൂടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എന്നെ ആരും നിയന്ത്രിക്കരുത്, എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്നെ ആരും തടയരുത് എന്നൊക്കെ ചിന്തിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. തുടക്കത്തിൽ ഇങ്ങനെയുള്ള അവിഹിത ബന്ധമെല്ലാം വളരെ രസകരമായി തോന്നും. ഒരു പുരുഷൻ പറ്റില്ല, ഒരു സ്ത്രീ പറ്റില്ല, ഒരു പുരുഷൻ എനിക്ക് മതിയാകില്ല, ഒരു സ്ത്രീ എനിക്ക് പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇതിന്റെയൊക്കെ അവസാനം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെട്ട് അടുത്ത് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ മനസ്സ് മടുത്ത് വെറുത്ത് മരിക്കേണ്ടി വരും. ഇതാണ് സൗമ്യയ്ക്കും സംഭവിച്ചത്. സൗമ്യ തുടക്കത്തിൽ തന്റെ ജീവിതത്തെ വളരെ രസകരമായി കണ്ടു. ഒരുപാട് പേരുമായി ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ചിന്തിച്ചു. അതൊന്നും ഒരു തെറ്റേ അല്ല എന്നവൾ കരുതി. അതിനാരൊക്കെ തടസ്സം നിൽക്കുന്നു അവരെ കൊല്ലണമെന്നും ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് സ്വന്തം കുടുംബത്തെ മുഴുവനും അവൾ കൊന്നത്. അവസാനം അവൾക്ക് എന്ത് കിട്ടി, എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ അവൾ ആത്മഹത്യ ചെയ്തു. സൗമ്യയുടെ ഈ ജീവിതം ഇന്നത്തെ സമൂഹത്തിലെ പുരുഷന്മാർ, സ്ത്രീകൾ ആരെല്ലാമാണോ സൗമ്യയെ പോലെ ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള ചിന്തയിൽ അലഞ്ഞു തിരിയുന്നത്, അവർക്കെല്ലാം ഇതൊരു പാഠമാണ്. ജീവിതം എന്തിനു വേണ്ടി ജീവിക്കണം, ആർക്ക് വേണ്ടി ജീവിക്കുന്നു, ആത്മാർത്ഥമായി ജീവിക്കുന്നുണ്ടോ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നുണ്ടോ, കൂടാതെ അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സജസ്റ്റ് ചെയ്യുക.